ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെ ഇത് ഒരു ബോട്ടം അല്ല, അല്ലെങ്കിൽ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ബോട്ടം ഏരിയയിലല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പറയാനായിട്ട് പോകുന്നത്. വളരെ വിശദമായിട്ട് തന്നെ പറയാനായിട്ട് പോകുന്നത്. മുൻ വർഷങ്ങളിലുള്ള പ്രൈസ് മൂവ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു അനാലിസിസും കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ്റെയും എത്തേറിയത്തിൻ്റെ അനാലിസിസ് വേണമെന്ന് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെയും എത്തേറിയത്തിൻ്റെയും അനാലിസിസ് ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. EPNS ആണ്, എത്തേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. എന്താണ് EPNS എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി Web3 പ്രൊജക്റ്റ് ആണ്. എത്തേറിയം DeFi പ്രോട്ടോകോൾസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു Web3 ആപ്ലിക്കേഷൻ ആണ് ഈ EPNS എന്ന് പറയുന്നത്. ഇതിൻ്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണാണ്. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. പോയി നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു $US പേരിലുള്ള ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ക്രാഷിൻ്റെ സമയത്തും, ഓരോ മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തും പ്രൈസ് ഏത് രീതിയിലാണ് ആക്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററും ഏത് രീതിയിലാണ് ആക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2014 ഈ ഒരു ക്രാഷിൻ്റെ സമയത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു ഇതിൻ്റെ ബോട്ടം എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തിയപ്പോഴായിരുന്നു ഇവിടെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ആ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് മുകളിലേക്ക് പോയപ്പോൾ, ഓവർസോൾഡ് കണ്ടീഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയപ്പോൾ ഒരു പുതിയ ബുൾ മാർക്കറ്റും അവിടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. 2018 കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഈ ഒരു ബോട്ടമായിട്ട്, ഈ ഒരു ക്രാഷിൻ്റെ ബോട്ടമായിട്ട് ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെയും പുതിയ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടു. ആൻഡ് ഇപ്പോൾ ഈ ഒരു 2022 കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ബോട്ടം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നായിരിക്കും ഞാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാനിവിടെ കൃത്യമായിട്ട് ആ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്നപ്പോഴുള്ള ഏരിയാസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽസ് ഞാനിവിടെ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചുകൊണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒരു ചെറിയ ഒരു ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ആ 2013 ആ ഒരു ഏരിയയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ആ ഒരു 2013 ആ ഒരു മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മുടെ മന്ത്ലി ടൈം ഫ്രെയിമിൽ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ നിന്ന് ഏത് രീതിയിലാണ് പ്രൈസിന് ഒരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 58% പ്രൈസ് വീണ്ടും ഡൗൺ ആയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അതിനുശേഷമാണ് പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്നതും ദെൻ പുതിയ ഒരു ഓൾ ടൈം ഹൈയിലേക്കുള്ളൊരു മൂവ്മെൻറ്റോടെ ക്രിയേറ്റ് ചെയ്യുന്നതും. ഓക്കെ, നമുക്ക് 2018 കാര്യം നോക്കാം. 2018 കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്. അവിടെ നിന്ന് പ്രൈസ് എത്ര ശതമാനം താഴേക്ക് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 48-49% പ്രൈസ് ഇവിടെയും താഴേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രൈസ് ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്നതും ദെൻ പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ കാഴ്ചവെക്കുന്നതും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയായിരുന്നു നമ്മുടെ ആ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പ്രൈസ് എത്തിയിട്ടുള്ളത്. ആൻഡ് പ്രൈസ് അവിടെ നിന്ന് ഏകദേശം ഒരു കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 37% പ്രൈസ് ഇവിടേക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബോട്ടമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുമോ? പ്രൈസ് ഇവിടെ നിന്ന് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ ആ സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ആ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലൊരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡൗൺവേർഡ്സ് മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം ഒരു 23% ഒക്കെ 27% ഒക്കെ ഇനിയും പ്രൈസ് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഈ രീതിയിലുള്ള സൈഡ് വേസ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇതൊരു ബോട്ടമാണ് എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്കൊരു ലോങ് ടൈമിലേക്ക്, നമുക്കൊരു 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ ഒക്കെ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വീക്ക്ലി 200 മൂവിങ് ആവറേജ് കാണാനായിട്ട് പറ്റും. ഈ ഒരു വീക്ക്ലി 200 മൂവിങ് ആവറേജ് എല്ലാ ക്രാഷിൻ്റെ സമയത്തും പ്രൈസിനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയും ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
മാത്രമല്ല 2018 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഈ ഒരു 20K 18Kക്ക് അടുത്താണ് പ്രൈസ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഷോർട്ട് ടൈമിലേക്കോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസത്തേക്കുള്ള കാര്യങ്ങളല്ല പറയുന്നത്, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ്. നിങ്ങൾക്ക് മാസാമാസം ഒരു നിശ്ചിതമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ലോങ് ടൈമിലേക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു രീതി തന്നെയാണ്. നിങ്ങൾക്ക് SIP ചെയ്യുന്ന പോലെ ഇതിൽ ഓരോ മാസവും ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ലോങ് ടൈമിലേക്ക് വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 9 റെഡ് ക്യാൻഡിൽസിന് ശേഷം വളരെ വീക്കായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്തു. ദെൻ വീണ്ടും ഒരു വളരെ വീക്കായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. ഇതിനർത്ഥം ബയേഴ്സ് അവിടെ വളരെ വീക്കാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഈ 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 200 വീക്ക്ലി മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ലെവലായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു. ആ ഒരു സാധനം ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ അത് ഇനിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വീക്ക്ലി ഗ്രീൻ ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിങ് ആവറേജിലേക്ക് ഒരു റീടെസ്റ്റ് നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4% 5% മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒരു 22 ലെവലിലേക്കൊക്കെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കുറച്ച് ദിവസങ്ങളുണ്ട്. അതായത് ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എതേറിയത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. എതേറിയത്തിൽ ഏത് രീതിയിലാണ് നമുക്ക് ഓരോ കാര്യങ്ങളും കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എതേറിയത്തിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഇവിടെ എതേറിയത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ നിന്ന് തുടങ്ങാം. നമ്മൾ നേരത്തെ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എതേറിയത്തിൻ്റെ കാര്യത്തിലും ഈ രീതിയിൽ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ബോട്ടം ഏരിയ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ തവണ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയപ്പോഴും പിന്നീട് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ദെൻ ആ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് ഏരിയ മുകളിലേക്ക് പോയപ്പോൾ പിന്നീട് അവിടെ ഒരു ബുൾ റണ്ണിനാണ് അവിടെ തുടക്കാൻ വെച്ചിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ താഴേക്ക് പോയിട്ടുണ്ട്, ഓവർസോൾഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്, പ്രൈസും താഴേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഇത് ഒരു ബോട്ടമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. എന്നാൽ നമുക്ക് നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 2018 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലാണ് എതേറിയം ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഈ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇപ്പോഴത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇനിയും എതേറിയത്തിൻ്റെ പ്രൈസ് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യത നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ബിറ്റ്കോയിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെയും നോക്കാം. ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് 2018 കാലഘട്ടത്തിലേക്ക് ഞാൻ പോവാണ്. ഈ ഒരു 2018 നമുക്ക് ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് പിന്നീട് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 77% താഴേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എതേറിയത്തിന്. ദെൻ അതിനുശേഷമാണ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടാവുകയും ദെൻ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ എതേറിയം കാഴ്ചവെച്ചതും. ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും ഈ ഒരു ഏരിയയിലാണ് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 44% ഒരു ഡൗൺ മൂവ്മെൻറ്റ് എതേറിയത്തിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊരു ബോട്ടമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം ഇനിയും എതേറിയം താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരു വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് വരാനാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ രീതിയിൽ ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഈ രീതിയിൽ ഒരു നെക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഈ രീതിയിൽ ഒരു അടുത്ത ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് വരെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഈ ഒരു $1367 എന്ന് പറയുന്ന എതേറിയത്തിൻ്റെ 2018 ഓൾ ടൈം ഹൈ പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എതേറിയത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ താഴേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് ഒരു ടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം, ഈ ഒരു ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അതിനുശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനാണ് ഈ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വെച്ച് നമുക്ക് സാധ്യതകൾ പറയാനായിട്ടുള്ളത്. സോ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു ഷോർട്ട് ടേം എൻട്രി സിഗ്നൽസ് നോക്കി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് ഒഴിവാക്കുക. കാരണം പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ടോ മൂവ് ചെയ്യാനായിരിക്കും സാധ്യത. നിങ്ങളൊരു ലോങ് പൊസിഷൻ എടുത്താലും ഷോർട്ട് പൊസിഷൻ എടുത്താലും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഹിറ്റ് ആവാനായിട്ടുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. കാരണം മാർക്കറ്റ് ആ രീതിയിലായിരിക്കും
മുകളിലോട്ട് പോകുക. ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും മുകളിലോട്ടും താഴോട്ടും പ്രൈസ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടൈം ട്രേഡ് അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈമിലേക്ക് ഒരു എൻട്രി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.